ശാന്തി. 5/9/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾക്കിവിടെ പ്രവൃത്തി മാർഗത്തിൻ്റെ സ്നേഹം ലഭിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ബാബ ഹൃദയം കൊണ്ട് പറയുന്നു, എൻ്റെ കുട്ടികളെ, ബാബയിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഈ സ്നേഹം ദേഹധാരി ഗുരുക്കൾക്ക് നൽകാൻ സാധിക്കില്ല. സാധാരണ സത്സംഗങ്ങളിൽ പോകുമ്പോൾ അവിടെ ഗുരുക്കളും അനുയായികളുമാണ് ഉണ്ടായിരിക്കുക. എന്നാൽ ഈ വിദ്യാലയത്തിൽ ബാബ അച്ഛനായി പരിപാലിക്കുന്നു, ടീച്ചറായി പഠിപ്പിക്കുന്നു, ഗുരുവായി ശ്രീമതം നൽകുന്നു, സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്നു. ബാബ ഹൃദയപൂർവം എൻ്റെ കുട്ടികളെ എന്ന് വിളിക്കുന്നു. അതായത് നമ്മൾക്ക് കുടുംബത്തിലെ സ്നേഹമാണ് ഇവിടെ ലഭിക്കുന്നത്. ബാബ സ്ഥാപിക്കുന്നതും പവിത്ര കുടുംബമാർഗമാണ്. ഇപ്പോഴുള്ള കുടുംബം തികച്ചും അസുരീയമായി തീർന്നിരിക്കുന്നു. അതിനാൽ ഇപ്പോഴുള്ള ലോകത്തെ തന്നെയും സമാപ്തമാക്കി പുതിയ ലോകം സ്ഥാപിക്കുകയാണ്. പുതിയ ലോകത്തിനായി പുതിയ പവിത്ര കുടുംബമാർഗം രചിക്കുകയാണ്. അതിനാൽ ബാബ നമ്മുടെ അച്ഛനാണ്, ടീച്ചറാണ്, സദ്ഗുരുവുമാണ്. ബാബയിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഇത്രയും സ്നേഹം ഇത്രയും വിഭിന്ന രീതിയിൽ മറ്റൊരു ദേഹധാരിയായ ഗുരുക്കൾക്കും തരാൻ സാധിക്കില്ല. ചോദ്യം: ഏത് കുട്ടികളുടെ ബുദ്ധിയിലാണോ ജ്ഞാനധാരണ ഉള്ളത്, ശ്രൂഡ് ബുദ്ധിയായിട്ടുള്ളത്, അവരുടെ അടയാളം എന്താണ്? ഉത്തരം: അവർ മറ്റുള്ളവർക്കും കേൾപ്പിച്ചു കൊടുക്കുന്നതിൽ തൽപരരായിരിക്കും. അവരുടെ ബുദ്ധി മിത്രസംബന്ധികളിലൊന്നും അലഞ്ഞു തിരിയില്ല. ശ്രൂഡ് ബുദ്ധിയായിട്ടുള്ളവർക്ക് പഠിത്തത്തിലൊരിക്കലും കോട്ടുവ തുടങ്ങിയവ വരില്ല. സ്കൂളിലൊരിക്കലും കണ്ണുകൾ അടച്ചിരിക്കില്ല. ഏത് കുട്ടികളാണോ ദോഷക്കല്ല് പോലെ ഇരിക്കുന്നത്, അവരുടെ ബുദ്ധി അവിടെയും ഇവിടെയും അലഞ്ഞുകൊണ്ടിരിക്കും. അവർ ജ്ഞാനം മനസ്സിലാക്കുന്നില്ല. അവർക്ക് ബാബയെ ഓർമ്മിക്കുന്നതും വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആരാണോ ജ്ഞാനം മനസ്സിലാക്കി അത് ധാരണ ചെയ്യുന്നത്, അവർ തീക്ഷ്ണ ബുദ്ധിയുള്ളവരായിരിക്കും. അവരുടെ അടയാളം എന്താണ് എന്നതാണ് ബാബ കേൾപ്പിക്കുന്നത്. അവർക്ക് മറ്റുള്ളവർക്ക് ജ്ഞാനം കേൾപ്പിച്ചു കൊടുക്കുക എന്നത് താല്പര്യമുള്ള കാര്യമായിരിക്കും. പലതരത്തിൽ പല ഉദാഹരണങ്ങൾ നൽകി അവർക്ക് മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. അവരുടെ ബുദ്ധി ഒരിക്കലും ബന്ധുമിത്രാദികളിൽ അലഞ്ഞു തിരിയില്ല. പകരം ജ്ഞാനമനനത്തിൽ ബിസിയായിരിക്കും. ആരാണോ തീക്ഷ്ണ ബുദ്ധിയുള്ളവർ, അവർക്കൊരിക്കലും പഠിത്തത്തിൽ ഉറക്കം വരികയോ കണ്ണടച്ചിരിക്കുകയോ ചെയ്യില്ല. കാരണം ഓരോ വാക്യത്തിലും ബാബ രഹസ്യങ്ങളാണ് പറയുന്നത്. മാത്രമല്ല, മുരളിയിൽ ബാബയുടെ ഭാവം എന്തായിരുന്നു, എന്ത് ഭാവനയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്നതറിയാനും വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ അവർക്ക് ഒരിക്കലും ഉറക്കം വരില്ല, അല്ലെങ്കിൽ അലസരായി ഇരിക്കില്ല. ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള ആധാരം ജ്ഞാനമാണ്. അതുകൊണ്ടാണ് ജ്ഞാനം യോഗം എന്ന് പറയുന്നത്. ജ്ഞാനം മനസ്സിലാക്കിയാൽ മാത്രമേ ബുദ്ധി അലയാതിരിക്കുള്ളൂ. ബുദ്ധി അലയാതിരുന്നാലേ ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ക്ലാസ്സുകളിൽ നമ്മൾ ചൂടുപാത്രം പോലെ ഇരിക്കുകയാണ് എങ്കിൽ ജ്ഞാനത്തിൻ്റെ ശീതള തുള്ളികൾ വീഴുമ്പോൾ അത് ആവിയായി പോവുകയേ ചെയ്യുള്ളൂ. അതിനാൽ ജ്ഞാനം മനസ്സിലാക്കണം, മുരളി ശ്രദ്ധയോടെ കേൾക്കണം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഇപ്പോൾ പഴയ ലോകത്തിൽ നിന്ന് പുതിയ ലോകത്തിലേക്ക് ജമ്പ് ചെയ്യാനുള്ള സമയമാണ്. ഇതിനാൽ പഴയ ലോകത്തിനോട് പരിധിയില്ലാത്ത സന്യാസം ചെയ്യണം. ലോകത്തെ ബുദ്ധി കൊണ്ട് മറക്കണം. 2. പഠിത്തത്തിൽ പൂർണ്ണ അറ്റൻഷൻ നൽകണം. സ്കൂളിൽ കണ്ണുകൾ അടച്ച് ഇരിക്കുക. ഇത് നിയമമല്ല.
ശ്രദ്ധിക്കണം, പഠിത്തത്തിൻ്റെ സമയത്ത് ബുദ്ധി അവിടെയും ഇവിടെയും അലയരുത്, കോട്ടുവ വരരുത്. എന്ത് കേൾക്കുന്നുവോ അത് ധാരണ ആയിക്കൊണ്ടിരിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ പഴയ ലോകത്തിൽ നിന്നും നാം പുതിയ ലോകത്തിലേക്ക് പോവുകയാണ്, ചാടുകയാണ്. അങ്ങനെ ചാടണമെങ്കിൽ നമുക്ക് പഴയ ലോകവുമായി ഒരു ബന്ധവും ഉണ്ടായിരിക്കരുത്. മനസ്സുകൊണ്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരിധിയില്ലാത്ത സന്യാസം ചെയ്യണം. പരിധിയില്ലാത്ത സന്യാസം എന്നാൽ ഉള്ളുകൊണ്ട് മുഴുവൻ ലോകത്തെയും ത്യജിക്കുക. ഉള്ളുകൊണ്ട് ലോകത്തെ ത്യജിക്കുക അർത്ഥം സാധന സാമഗ്രികളെയും എല്ലാം ഉള്ളുകൊണ്ട് വിടുക. അതായത് എൻ്റേത് എന്ന കാര്യം ഒരു സാധനത്തിനോടും വ്യക്തിയോടും യോജിപ്പിക്കരുത്. എൻ്റേത് എന്ന ഭാവം എല്ലാത്തിൽ നിന്നും മാറ്റിക്കളയുക. ഇതിനെയാണ് പരിധിയില്ലാത്ത സന്യാസം എന്ന് പറയുന്നത്. ആരാണോ എൻ്റേത് എന്ന് ഒന്നും തന്നെ വെച്ചിട്ടില്ലാത്തത് അവർക്കാണ് പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തിലേക്ക് ചാടാൻ സാധിക്കുന്നത്. ബുദ്ധി കൊണ്ട് ഈ പഴയ ലോകത്തെ മറക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, പഠിത്തത്തിൽ പൂർണ്ണമായും ശ്രദ്ധ നൽകണം. സ്കൂളിൽ ഒരിക്കലും നമ്മൾ കണ്ണുകൾ അടച്ചു വെക്കുന്നില്ല, പഠിത്തത്തിനിടയിൽ കോട്ടുവായിടുന്നില്ല, ഉറക്കം വരുന്നില്ല. കാരണം പഠിത്തത്തിൽ ശ്രദ്ധയുണ്ട് എങ്കിൽ പഠിത്തത്തിൻ്റെ ആധാരത്തിൽ ഈ ജ്ഞാനം നമ്മൾക്ക് വളരെ സ്പഷ്ടമായി മനസ്സിലാകും. എത്ര മനസ്സിലാകുന്നുവോ അത്രയും നമ്മളുടെ ജീവിതത്തിൽ ധാരണ ആവുകയും ചെയ്യും. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, മനസ്സിലാക്കുമ്പോൾ തന്നെ ധാരണ ആവുകയും വേണം. വരദാനം: ആത്മീയ ലഹരിയിലൂടെ പഴയ ലോകത്തെ മറക്കുന്ന സ്വരാജ്യ അധികാരിയിൽ നിന്നും വിശ്വരാജ്യ അധികാരിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ആരാണോ ബാബയുടെ സമ്പത്തിന് അധികാരി അവരാണ് സ്വരാജ്യ വിശ്വരാജ്യ അധികാരി ആകുന്നത്. ഇന്ന് സ്വരാജ്യമാണ്, നാളെ വിശ്വരാജ്യമാകും. ഇന്ന് നാളെയുടെ കാര്യമാണ്. ഇങ്ങനെ അധികാരി ആത്മാവ് ആത്മീയ ലഹരിയിൽ ഇരിക്കുന്നു. ലഹരി പഴയ ലോകത്തെ സഹജമായും മറപ്പിക്കുന്നു. അധികാരി ഒരിക്കലും ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സംസ്കാരത്തിൻ്റെയോ അധീനമാകുക സാധ്യമല്ല. അവർക്ക് പരിധിയുള്ള കാര്യങ്ങൾ വിടേണ്ടി വരുന്നില്ല, സ്വാഭാവികമായും വിട്ടുപോകുന്നു. ആരാണോ ഈ സംഗമയുഗത്തിൽ ബാബയുടെ സമ്പത്തിന് അധികാരിയാകുന്നത് അവർ തന്നെയാണ് സ്വരാജ്യ അധികാരിയെന്നും വിശ്വരാജ്യ അധികാരിയെന്നും പറയുന്നത്. ഈ സംഗമത്തിൽ ആര് സ്വരാജ്യ അധികാരിയാണോ അവർക്ക് തന്നെയാണ് ഭാവിയിൽ വിശ്വരാജ്യം ലഭിക്കുന്നത്. ആര് ഇങ്ങനെ അധികാരിയായിരിക്കുമോ അവർ വളരെ ലഹരിയിലിരിക്കുന്നു. ആ ലഹരിയുടെ ആധാരത്തിൽ പഴയ ലോകം മറക്കുന്നു. അവർ ഒരിക്കലും ഒന്നിനും ആർക്കും അടിമയായിരിക്കുന്നില്ല. അത് വസ്തുവാകട്ടെ, വ്യക്തിയാകട്ടെ, സംസ്കാരമാകട്ടെ. അവർക്ക് ഒരിക്കലും പരിധിയുള്ള പഴയ കാര്യങ്ങൾ വിടേണ്ടി വരുന്നില്ല. അവ സ്വാഭാവികമായും വിട്ടുപോകുന്നു. സ്ലോഗൻ: ഓരോ സെക്കൻഡും ഓരോ ശ്വാസവും ഓരോ സമ്പത്തും സഫലമാക്കുന്നവർ തന്നെയാണ് സഫലതാമൂർത്തർ ആകുന്നത്. ആരാണോ സഫലമാക്കുന്നത് അവർക്കാണ് എല്ലാ കാര്യങ്ങളിലും സഫലത ലഭിക്കുന്നത്. ഓം ശാന്തി.